ഏവർക്കും HSS ടൈംസിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ മൂന്നാമത്തെ ചാപ്റ്ററിന്റെ പേരെന്താ? ബിസിനസ് എൻവയോൺമെന്റ്. അതിന്റെ 4 ക്ലാസ്സുകൾ കഴിഞ്ഞു. ഇത് രണ്ടാമത്തെ ക്ലാസ് ആണ്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ 4ാമത്തെ ക്ലാസ്സിൽ എന്താ പറഞ്ഞത് ഓർമ്മയില്ലേ? In our previous class we discussed about the 3 policies: liberalization, privatization and globalization. അപ്പോൾ നമുക്ക് നമ്മുടെ മൂന്നാമത്തെ ചാപ്റ്ററിന്റെ ലാസ്റ്റ് ക്ലാസ്സിലേക്ക് കടക്കാം. അതിനു മുമ്പേ ഇതുവരെയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ പുതിയ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് നമ്മുടെ ക്ലാസ് ആരംഭിക്കാം. നമ്മൾ പഠിക്കുന്നത് +2 ബിസിനസ് സ്റ്റഡീസിലെ വി ആർ ഡിസ്കസിംഗ് ദ ചാപ്റ്റർ ഓഫ് +2 ബിസിനസ് സ്റ്റഡീസ്. ദ നെയിം ഓഫ് അവർ ചാപ്റ്റർ ഈസ് business environment, and our today's topic, we are discussing 2 topics in this last class. Now we are discussing the impact of the name of our topic is impact of government policy changes on business and industry. Impact of government policy changes on business and industry. In our last class I told you the year 1991 is an important turning point in India's economic history, because in 1991 government of India passed a new economic policy, that is LPG, liberalization, privatization and globalization. The introduction of such a NEP 1991, such a new policy, the introduction of liberalization, privatization and globalization made a significant change on the working of Indian business firms. The policy of liberalization, privatization and globalization made a significant change on the working of Indian business unit. The following are the main impact. അപ്പോൾ ഇത്രയുള്ള മക്കളെ 1991 കൊണ്ടുവന്ന പുത്തൻ സാമ്പത്തിക നയം നമ്മുടെ രാജ്യത്തിലെ കമ്പനികളുടെ പ്രവർത്തനത്തിൽ ഒരുപാട് മാറ്റങ്ങള്, ഒരുപാട് ഇഫക്റ്റ് അല്ലെങ്കിൽ ഇമ്പാക്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ഒരു തവണ പബ്ലിക് എക്സാമിന് ചോദിച്ച കാര്യമാണ് ഈ ഒരു പോയിന്റ്. ഇമ്പാക്ട് ഓഫ്, അതായത് 91 അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് കൊണ്ടുവന്ന പുത്തൻ സാമ്പത്തിക നയം അല്ലെങ്കിൽ പുതിയ നയങ്ങള് നമ്മുടെ രാജ്യത്തിലെ കമ്പനികൾക്ക് ഉണ്ടാക്കിയ ഇഫക്റ്റ് എന്തൊക്കെയാണ്, ഇമ്പാക്ട് എന്തൊക്കെയാണ്. ഓക്കെ, ദ ഇമ്പാക്ട് ഓഫ് government policy changes on Indian business and industry. ആദ്യത്തെ പോയിന്റ് നോക്കുക. The first impact of a government policy change is increasing competition. As a result of change in the rules of industrial licensing and entry of foreign firms, competition for Indian firms has increased, especially in service industries like banking, ഇൻഷുറൻസ് എക്സെട്ര. നോക്കുക, നമ്മളിപ്പോൾ പഠിക്കുന്നത് 1991 ശേഷം നമ്മുടെ രാജ്യത്ത് കൊണ്ടുവന്ന സാമ്പത്തിക പരിഷ്കാരങ്ങൾ നമ്മുടെ രാജ്യത്തിലെ കമ്പനികൾക്ക് എന്തൊക്കെ തരത്തിലുള്ള ഇഫക്റ്റ് അല്ലെങ്കിൽ ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കിയത്. ആദ്യത്തെ ഇമ്പാക്റ്റ് ഇതാണ്, ഇൻക്രീസിംഗ് കോമ്പറ്റീഷൻ, മത്സരം വർദ്ധിച്ചു. അതായത് നമ്മൾ പറഞ്ഞു, ആസ് എ പാർട്ട് ഓഫ് ലിബറലൈസേഷൻ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ചേഞ്ച്ഡ് ഇറ്റ്സ് പോളിസീസ്. Government started showing a positive attitude towards foreign business units, because after passing LPG or after passing NEP 1991, foreign firms can enter easily into Indian market. So several foreign firms started their business in India. As a result, competition for Indian firms has increased. അപ്പോൾ ഇത്രയേ ഉള്ളൂ. 1991 ഗവൺമെന്റ് എന്ത് ചെയ്തു? ലിബറലൈസേഷൻ കൊണ്ടുവന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് വിദേശ കമ്പനികൾ നമ്മുടെ രാജ്യത്തിൽ അവരുടെ പ്രവർത്തനം ആരംഭിച്ചു. ഓട്ടോമാറ്റിക്കലി വിദേശ കമ്പനികൾ നമ്മുടെ രാജ്യത്തിലേക്ക് വരുന്ന സമയത്ത് ഇവിടെയുള്ള കമ്പനികൾക്ക് കോമ്പറ്റീഷൻ, മത്സരം വർദ്ധിക്കുന്നു. ഇത് പ്രധാനമായിട്ടും സർവീസ് സെക്ടറിനെയാണ് കൂടുതൽ എഫക്ട് ചെയ്തത്. ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയാം, ഇൻഷുറൻസ് മേഖല. 91 മുമ്പ് ഇൻഷുറൻസ് മേഖലയിൽ LIC മാത്രമായിരുന്നു. പക്ഷെ ഇന്ന് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ HDFC ലൈഫ്, അതുപോലെ റിലയൻസിന്റെ ഇൻഷുറൻസ്, ബജാജ് അലയൻസ്, ടാറ്റ AIG, ഇങ്ങനെ ഭാരതി ആക്സ, അല്ലേ, മാക്സ് ലൈഫ്, ഇങ്ങനെ ഒരുപാട് ഇൻഷുറൻസ് കമ്പനികൾ പ്രൈവറ്റൈസേഷൻ, ലിബറലൈസേഷനു ശേഷം ഇന്ത്യയിലേക്ക് വന്നിട്ട് അവരുടെ പ്രവർത്തനം ആരംഭിച്ചു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി LICക്ക് അതൊരു ത്രെട്ടാണ്. 91 മുമ്പ് ഇന്ത്യയിൽ ഒറ്റൊരു ടെലികോം പ്രൊവൈഡിംഗ് കമ്പനി BSNL.
ഇപ്പൊ വോഡാഫോൺ, ഐഡിയ, റിലയൻസ്, ടാറ്റ ഡോകോമോ, ഇങ്ങനെ ഒരുപാട് കമ്പനികൾ റിലയൻസിന്റെ ജിയോ, ഒരുപാട് പ്രൈവറ്റ് കമ്പനികൾ ടെലികോം മേഖലയിൽ എൻ്റർ ചെയ്തു. അപ്പോൾ വോഡാഫോൺ ഒരു ബ്രിട്ടീഷ് കമ്പനിയാണ്. ഒരു ക്ലാസ്സിൽ പറഞ്ഞ കാര്യമാണ്. ബ്രിട്ടനിലെ വോഡാഫോൺ ഇവിടെ വന്നിട്ട് ബിസിനസ് തുടങ്ങി. BSNL ത്രെട്ട് വന്നു. BSNL കോമ്പറ്റീഷൻ വർദ്ധിച്ചു. അപ്പൊ ഇതാണ് ഒന്നാമത്തെ പോയിന്റ്, ഇൻക്രീസിംഗ് കോമ്പറ്റീഷൻ. അപ്പോൾ ആസ് എ റിസൾട്ട് ഓഫ് ചേഞ്ച് ഇൻ ദ റൂൾസ് ഓഫ് ഇൻഡസ്ട്രിയൽ ലൈസൻസിംഗ് ആൻഡ് എൻട്രി ഓഫ് ഫോറിൻ ഫേംസ്, competition for Indian firms has increased, especially in service industries like banking and insurance. Next one, more demanding customers. More demanding customers. More demanding customers. ഒരുപാട് ഡിമാൻഡ് ചെയ്യുന്ന ഉപഭോക്താക്കൾ. More demanding customers. Increased competition in the market gives the customers wide choice in purchasing better quality goods and services. Customers demanding more as they are well informed. ശ്രദ്ധിക്കുക, കുറച്ച് മനസ്സിലാക്കാനുണ്ട്, പെട്ടെന്ന് പറഞ്ഞു പോകാൻ പറ്റുന്ന കാര്യങ്ങളല്ല. 1991 പുത്തൻ സാമ്പത്തിക നയത്തിന് ശേഷം, or after NEP 1991, several foreign companies started their business in India. So they are selling. നമുക്കറിയുന്ന കാര്യമാണ്, foreign firms are well equipped with the new technology. They will provide good service to the customers. As a result of the entry of foreign firms, customers are getting quality goods and quality services at affordable prices. So they are well informed. In today's market, customers are well informed due to the changes, due to the changes in the information technology, IT sector. Okay. അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഞാൻ ഇങ്ങനെ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ കുറേ പോയി പോകും. പെട്ടെന്ന് നമുക്ക് കണ്ടന്റ് പറയാം, അതായിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നു. 1991 ശേഷം ഫോറിൻ കമ്പനികൾ ഇന്ത്യയിലേക്ക് വന്നു. അവർ ക്വാളിറ്റിയുള്ള സാധനങ്ങളും ക്വാളിറ്റിയുള്ള സേവനങ്ങളും ചെറിയ വിലക്ക് കൊടുക്കാൻ വേണ്ടി തുടങ്ങി. അപ്പൊ കസ്റ്റമേഴ്സിന് എന്ത് കിട്ടി? ചോയ്സ്. ഒരുപാട് ഉൽപ്പന്നങ്ങൾ അവരുടെ മുമ്പിലേക്ക് വന്നു. ഓട്ടോമാറ്റിക്കലി കസ്റ്റമേഴ്സിന് നല്ല, ഇപ്പൊ തന്നെ ഒരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ നമ്മളൊന്നും BSNL നെറ്റ് പ്രിഫർ ചെയ്യുന്നില്ല. നമ്മളൊക്കെ ഇപ്പൊ ഞാൻ എടുത്തിരിക്കുന്ന BSNL ആയിട്ട് ഒരു പോർട്ട് ചെയ്ത് വോഡാഫോൺ ആയിരിക്കുകയാണ്. കാരണം എന്താ? അവര് 4G സൗകര്യം, അവര് ഒരു സർവീസ് ആണ്. BSNL അത് തരാൻ പറ്റുന്നില്ല. അപ്പൊ എന്താണ്? ഓട്ടോമാറ്റിക്കലി കസ്റ്റമേഴ്സ് ഒക്കെ ഫോറിൻ കമ്പനികളുടെയും പ്രൈവറ്റ് കമ്പനികളിലേക്കും ഷിഫ്റ്റ് ചെയ്യുന്നു. അതുപോലെ പണ്ടൊക്കെ എല്ലാവരും LICയുടെ പോളിസി ആയിരുന്നു. ഇപ്പൊ നമ്മള് പിന്നെ ഏതാണ് ICICIയുടെയോ അല്ലെങ്കിൽ HDFCയുടെ ഒക്കെ പോളിസികൾ നമ്മൾ പ്രിഫർ ചെയ്യുന്നു. കാരണം എന്താ? LIC മാത്രമല്ല, പോളിസി വിൽക്കുന്ന കമ്പനികളും ഇൻഷുറൻസ് എന്ന സർവീസ് ഓഫർ ചെയ്യാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ എന്താണ്, ഇങ്ങനെ പുതിയ പുതിയ കമ്പനികൾ വന്നതോടുകൂടി കസ്റ്റമേഴ്സ് കുറെ ഡിമാൻഡ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. ഓക്കെ, മോർ ഡിമാൻഡിങ് കസ്റ്റമേഴ്സ്. ഇൻക്രീസ് competition in the market gives the customers wide choice in purchasing better quality goods and services. Customers demanding more as they are well informed. Next, rapidly changing technological environment. Rapidly changing technological environment. Increased competition forces the firms to develop new ways to survive and growth in the market. To survive and grow in the market. Rapidly changing technological environment create challenges before smaller firms. എന്ത് ചെയ്യാൻ വേണ്ടി തുടങ്ങി? ഏത് മേഖലയിലായി കഴിഞ്ഞാൽ നമുക്കറിയാം. ഇപ്പോൾ ചൈനീസ് പ്രൊഡക്റ്റുകളുടെ, ഇപ്പൊ ചൈനയുടെ എന്തൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ ഏത് മേഖലയിൽ എടുത്തു കഴിഞ്ഞാലും ചൈനീസ് പ്രൊഡക്റ്റുകൾ ഒരുപാട് നമുക്ക് കാണാൻ വേണ്ടി കാണും. അപ്പൊ ഏത് മേഖല എടുത്തു കഴിഞ്ഞാലും നമുക്ക് ചൈനീസ് പ്രൊഡക്റ്റുകളുടെ പ്രസൻസ് കാണാൻ വേണ്ടി പറ്റും. ഇപ്പൊ എന്റെ തൊട്ടടുത്ത്, ഞാനിപ്പോ ക്ലാസ് എടുക്കുന്ന റൂമിൽ തന്നെ തൊട്ടടുത്ത് ഇതാ മകളുടെ ഒരു കളിപ്പാട്ടാണ്, ടോക്കിംഗ് ടോം ആണിത്. ഇത് മെയ്ഡ് ഇൻ ചൈനയാണ്. അതേപോലെ തൊട്ടടുത്ത് ചെറിയൊരു ടോർച്ച് ലൈറ്റ് ഉണ്ട്, ഇതും മെയ്ഡ് ഇൻ ചൈനയാണ്. അപ്പൊ എന്താണ്, ഇങ്ങനെയുള്ള ചൈനീസ് കമ്പനികളും മറ്റു ഫോറിൻ കമ്പനികളും നമ്മുടെ രാജ്യത്തേക്ക് പുതിയ പുതിയ ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് പുതിയ പുതിയ പ്രൊഡക്റ്റുകൾ വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ നിർമ്മിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ കമ്പനികളും നമ്മുടെ രാജ്യത്തിലുള്ള കമ്പനികളും എന്തിന് നിർബന്ധിതരായി തീർന്നു? എന്ത് വാങ്ങാൻ വേണ്ടി? പുതിയ പുതിയ സാങ്കേതിക വിദ്യകൾ വാങ്ങി പുതിയ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കാൻ നിർബന്ധിതരായി തീർന്നു എന്നതാണ് റാപ്പിഡ്ലി ചേഞ്ചിങ് ടെക്നോളജിക്കൽ എൻവയോൺമെന്റ്. അപ്പോൾ increased competition forces the firms to develop new ways to survive and grow in the market. Rapidly changing technological environment create tough challenges before smaller firms. Okay. അടുത്തത് need for developing human resources. നാലാമത്തെ പോയിന്റ്, need for developing human resources. ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യമാണ്, an organization need various resources and the most important resource needed for an organization is human resource. No doubt. മാനേജ്മെന്റിൽ നമ്മൾ പഠിച്ച കാര്യമാണ് അല്ലേ?
അപ്പോൾ the new changed situation need qualified persons with more innovative skill. ഈ മാറിയ സാഹചര്യത്തിൽ ഹൈ ക്വാളിറ്റിയുള്ള പ്രൊഫഷണൽസിന്റെ സഹായം ആവശ്യമാണ്. ഇപ്പൊ നമുക്കറിയാം ടെക്നോളജി, ഇപ്പൊ നമ്മളൊരു ചെറിയൊരു ടോർച്ച് ഉണ്ടാക്കുന്ന കമ്പനിയാണ്. നമ്മൾ ട്രഡീഷണൽ മെത്തേഡ് മാറ്റി പുതിയ ചൈനീസ് ടെക്നോളജിയിൽ നമ്മൾ ടോർച്ച് ഉണ്ടാക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തെന്നായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് പുതിയ ടെക്നോളജി യൂസ് ചെയ്യുന്ന ആൾക്കാരെ ആവശ്യമാണ്, അത് ഉപയോഗിക്കാൻ അറിയുന്ന എംപ്ലോയീസിന് ആവശ്യമാണ്. അപ്പൊ നമ്മൾ അവരുടെ കണ്ടുപിടിച്ച് അല്ലെങ്കിൽ അവർക്ക് വേണ്ടുന്ന ഡെവലപ്മെന്റ് ഗ്രോത്ത് ട്രെയിനിങ് ഒക്കെ കൊടുത്തിട്ട് അവരെ നമ്മൾ എന്ത് ചെയ്യണം, ഡെവലപ്പ് ചെയ്യണം. അതാണ് നീഡ് ഫോർ ഡെവലപ്പിംഗ് ഹ്യൂമൻ റിസോഴ്സസ്. The new market condition require people with higher competence and greater commitment. Hence, the need for developing human resource is very essential. The new market condition require people with higher competence and greater commitment. Hence, the need for developing human resources is very essential. അഞ്ചാമത്തെ പോയിന്റ് മാർക്കറ്റ് ഓറിയന്റേഷൻ. അഞ്ചാമത്തെ പോയിന്റ് മാർക്കറ്റ് ഓറിയന്റേഷൻ. മാർക്കറ്റ് ഓറിയന്റേഷൻ means a marketing strategy. Before 1991, Indian companies followed a product-oriented marketing strategy. Before 1991, the firms in India followed a product-oriented marketing strategy. The term product-oriented marketing strategy refers to before 1991, Indian firms concentrated on production rather than consumers. Because competition, foreign firms are not at all working in India before 1991. After 1991, government changed the policy and they allowed for private firms to or foreign firms to enter Indian market. So 91 മുമ്പ് ഇത്രയേ ഉള്ളൂ, കമ്പനികളൊക്കെ ഇന്ത്യയിലുള്ള കമ്പനികളൊക്കെ എന്തെങ്കിലും ക്വാളിറ്റി ഇല്ലാത്ത ഉണ്ടാക്കിയിട്ട് വെക്കുക എന്നൊരു സ്ട്രാറ്റജി ആയിരുന്നു. ഈ കോമ്പറ്റീഷൻ വന്നതോടുകൂടി കമ്പനികൾ അവരുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയും മാറ്റി. കോമ്പറ്റീഷൻ വന്നതോടുകൂടി ഇപ്പൊ നമുക്കറിയാം, നമ്മൾ മാർക്കറ്റിംഗ് എന്ന ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കും, the business start with consumer, marketing start with consumer. ഒരുപാട് കൺസെപ്റ്റുകൾ ഉണ്ട്, മാർക്കറ്റിംഗ് ഫിലോസഫീസ് ഉണ്ട്. അതിൽ രണ്ട് ഫിലോസഫീസ് ആണ് പ്രൊഡക്റ്റ് ഓറിയന്റഡ് മാർക്കറ്റിംഗും കൺസ്യൂമർ ഓറിയന്റഡ് മാർക്കറ്റിംഗും. പ്രൊഡക്റ്റ് ഓറിയന്റഡ് മാർക്കറ്റിംഗിൽ കമ്പനികൾ പ്രൊഡക്റ്റിന് പ്രാധാന്യം കൊടുക്കുന്നു, ക്വാളിറ്റിക്കൊന്നല്ല, മാക്സിമൈസ് ദ പ്രൊഡക്ഷൻ എന്നുള്ള ഒരു സ്ട്രാറ്റജിയാണ് പ്രൊഡക്റ്റ് ഓറിയന്റഡ് സ്ട്രാറ്റജി. ഇനി കൺസ്യൂമർ ഓറിയന്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപഭോക്താക്കൾക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ് കൺസ്യൂമർ ഓറിയന്റഡ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. ഓക്കെ, product oriented strategy and consumer oriented strategy are the two strategies, marketing strategies prevailing in the business world. Product oriented strategy gives more importance for product and production and ignoring the interest of consumers, whereas consumer oriented strategy gives more importance for the preference of consumers. In this strategy, the companies will produce such products or quality products and supply the same at affordable price to the consumers. Appo nokka, earlier companies followed production oriented marketing operation, but now there is a shift to market orientation or consumer orientation, where the firm have to study and analyze the market first and produce goods. ഇന്ന് കമ്പനികൾ, ഇന്ത്യൻ കമ്പനികൾ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതിന് മുമ്പേ എന്താണ് കസ്റ്റമേഴ്സിന് ആവശ്യമെന്ന് മനസ്സിലാക്കിയിട്ട് അങ്ങനെയുള്ള പ്രൊഡക്റ്റുകളാണ് ഇന്ത്യൻ കമ്പനികൾ മാനുഫാക്ചർ ചെയ്യുന്നത് എന്നതാണ് മാർക്കറ്റ് ഓറിയന്റേഷൻ. ഓക്കെ, അടുത്തൊരു പോയിന്റ് കൂടി ഉണ്ട്, ലോസ് ഓഫ് ബഡ്ജറ്ററി സപ്പോർട്ട് ടു ദ പബ്ലിക് സെക്ടർ. ബഡ്ജറ്ററി സപ്പോർട്ട് ടു ദ പബ്ലിക് സെക്ടർ. പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് ഗവൺമെന്റിന്റെ ബഡ്ജറ്റിൽ നിന്നുള്ള സപ്പോർട്ട് ഇല്ലാതായി. നമ്മൾ പറഞ്ഞു പ്രൈവറ്റൈസേഷൻ, ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഡീറിസർവേഷൻ. അപ്പൊ ഗവൺമെന്റ് തന്നെ എന്ത് ചെയ്തു, ബിസിനസ് ഗവൺമെന്റ് എന്ന് മനസ്സിലാക്കി, it is not the duty of government to undertake business activity. The main responsibility is to ensure the development of infrastructure and ensure the development of other areas like transportation, education, health sector, etc. ഗവൺമെന്റ് എന്ന് മനസ്സിലാക്കി, ഗവൺമെന്റിന്റെ പണിയല്ല ബിസിനസ്, മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളും വിദ്യാഭ്യാസവും ഒക്കെയാണ് ഗവൺമെന്റ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കിയിട്ട് കുറെ തന്ത്രപ്രധാനമായ ബിസിനസ് മേഖലകളിൽ നിന്ന് ഗവൺമെന്റ് പിന്മാറി. ഗവൺമെന്റ് ബിസിനസ്സിൽ കൊണ്ട് തന്നെ പൊതുമേഖല ഗവൺമെന്റ് കമ്പനികൾക്ക് ഉണ്ടായിരുന്ന ഈ ബഡ്ജറ്റ് സപ്പോർട്ട് ഇല്ലാതായി. ലോസ് ഓഫ് ബഡ്ജറ്ററി സപ്പോർട്ട് ടു ദ പബ്ലിക് സെക്ടർ. ഫണ്ട് അലോട്ട്മെന്റ് ഫ്രം ഗവൺമെന്റ് റവന്യൂ ഹാസ് ഡിക്ലൈൻഡ് ഓവർ ദ ഇയേഴ്സ് ഡ്യൂ ടു പ്രൈവറ്റൈസേഷൻ ആൻഡ് ഓൾസോ ഇൻ ഷോർട്ട് due to the new economic policy. Okay, അപ്പോൾ ഈ 6 കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഇമ്പാക്ട് ഓഫ് ഗവൺമെന്റ് പോളിസി ചേഞ്ചസ് ഓൺ ബിസിനസ് ആൻഡ് ഇൻഡസ്ട്രി. ഫസ്റ്റ് വൺ, ഇൻക്രീസിംഗ് കോമ്പറ്റീഷൻ. സെക്കൻഡ് വൺ, മോർ ഡിമാൻഡിംഗ് കസ്റ്റമേഴ്സ്. തേർഡ് വൺ, റാപ്പിഡ്ലി ചേഞ്ചിങ് ടെക്നോളജിക്കൽ എൻവയോൺമെന്റ്. ഫോർത്ത് വൺ, നീഡ് ഫോർ ഡെവലപ്പിംഗ് ഹ്യൂമൻ റിസോഴ്സസ്. ഫിഫ്ത് വൺ, മാർക്കറ്റ് ഓറിയന്റേഷൻ. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ്
budgetary support to the public sector. നമുക്ക് നമ്മുടെ അവസാനത്തെ ടോപ്പിക്കിലേക്ക് പോവാം. ഡിമോണിറ്റൈസേഷൻ. നമുക്ക് ഓർമ്മയുണ്ട് 2016 നവംബർ 8 നമ്മുടെ പ്രധാനമന്ത്രി ഒരു രാത്രി ഡിക്ലെയർ ചെയ്യുകയാണ്, ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്ന 1000 രൂപയുടെയും 500 രൂപയുടെ നോട്ടുകൾ ബാൻ ചെയ്തു. അല്ലേ? അതാണ് ഡിമോണിറ്റൈസേഷൻ. ഇത് ഇന്ത്യയിൽ ആദ്യമല്ല, 1946-ലും 78-ലും ഡിമോണിറ്റൈസ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് അത്ര ഡീപ്പായിട്ടൊന്നും പോകാനില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് വളരെ കുറച്ച് കാര്യങ്ങളെ പഠിക്കാനുള്ളൂ. ഇത് കഴിഞ്ഞ ഓണപരീക്ഷയ്ക്ക് 2019 ഓണം പരീക്ഷയ്ക്ക് ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. സാധാരണ ലെസ് ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞിട്ട് ഇഗ്നോർ ചെയ്ത് പോകുന്ന ഒരു കാര്യമായിരുന്നു. അപ്പോൾ ഇത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇഗ്നോർ ചെയ്ത് പോകണ്ട, കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം, പരീക്ഷയ്ക്കൊക്കെ ചോദിച്ചേക്കാം. Demonetization is an act of cancelling the legal tender status of a currency unit in circulation. Demonetization is an act of cancelling the legal tender status of a currency unit in circulation. ഒരു രാജ്യത്ത് സർക്കുലേഷനിലുള്ള കറൻസിയുടെ ലീഗൽ ടെൻഡർ, നിയമപരമായിട്ടുള്ള എക്സ്ചേഞ്ച് സ്റ്റോപ്പ് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഡിമോണിറ്റൈസേഷൻ. The government of India made an announcement on November 8, 2016 with profound implications for the Indian economy. The two largest denomination notes, 500 and 1000, were demonetized. In simple words, demonetized notes are no longer valid as legal currency. Usually, a new currency replaces the old currency. നമുക്കറിയാം, പഴയ 500 1000 പോയിട്ട് പുതിയ 500-ന്റെയും 2000-ന്റെയൊക്കെ നോട്ട് വന്ന കാര്യം നമ്മുടെ ഒക്കെ അറിയുന്ന കാര്യമാണ്. അപ്പൊ കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല. ഇനി ഇതിന്റെ എയിമാണ്, ഇതാണ് പരീക്ഷയ്ക്ക് ചോദിച്ചത്. എയിം, ഫീച്ചേഴ്സ്, ഒബ്ജക്റ്റീവ്സ് എന്ത് ചോദിച്ചു കഴിഞ്ഞാലും ഈ പോയിന്റുകൾ പഠിക്കാൻ മക്കളെ നിങ്ങൾക്ക്. എന്ത് എയിം ഓഫ് ഡിമോണിറ്റൈസേഷൻ, ഫീച്ചേഴ്സ് ഓഫ് ഡിമോണിറ്റൈസേഷൻ ഓർ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഡിമോണിറ്റൈസേഷൻ, ഇതിനൊക്കെ ഈ പോയിന്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഒന്നാമത്തത്, ഇറ്റ് ഇസ് എ ടാക്സ് അഡ്മിനിസ്ട്രേഷൻ ടൂൾ. ഇറ്റ് ഇസ് എ ടാക്സ് അഡ്മിനിസ്ട്രേഷൻ ടൂൾ. ബ്രാക്കറ്റിൽ വായിച്ചു നോക്കുക. ടു കൺട്രോൾ അക്യുമുലേഷൻ ഓഫ് ബ്ലാക്ക് മണി. ടു കൺട്രോൾ അക്യുമുലേഷൻ ഓഫ് ബ്ലാക്ക് മണി. ഇപ്പൊ നമുക്കറിയാം, ഈ ഡിമോണിറ്റൈസേഷന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ സമ്പദ്ഘാതത്തിന് പോസിറ്റീവ് നെഗറ്റീവ് ഇമ്പാക്ട് എന്തൊക്കെയുണ്ട്. ഓക്കെ, നമുക്ക് അത്ര ഡീപ്പായിട്ടൊന്നും പോകാനില്ല. വളരെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് നമ്മുടെ സിലബസിലുള്ള കാര്യം മാത്രമേ പറയേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, ഒന്നാമത്തെ പോയിന്റ് എ ടാക്സ് അഡ്മിനിസ്ട്രേഷൻ ടൂൾ ആണ്. The people who have black money had to declare their unaccounted wealth and pay taxes at a penalty rate. നമുക്ക് ഓർമ്മയുണ്ട്, ആ സമയത്ത് ഇതുവരെ ഡിക്ലെയർ ചെയ്യാത്ത സമ്പത്തൊക്കെ ഡിക്ലെയർ ചെയ്തിട്ട് ടാക്സ് അടക്കേണ്ട ഒരു സമയമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഗവൺമെന്റ്. അപ്പോൾ ടാക്സ് അടക്കാതെ ബ്ലാക്ക് മണി പൂഴ്ത്തി വെച്ച പണമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു മാർഗമായിട്ട് ഗവൺമെന്റ് ഇതിനെ ഉപയോഗിച്ചു. എ ടാക്സ് അഡ്മിനിസ്ട്രേഷൻ ടൂൾ. ദ പീപ്പിൾ ഹു ഹാവ് ബ്ലാക്ക് മണി ഹാവ് ടു ഡിക്ലെയർ ദർ അൺഅക്കൗണ്ടഡ് വെൽത്ത്. ബ്ലാക്ക് മണിയുള്ള ആൾക്കാരില്ലേ, പരവിൽ കവിഞ്ഞ സ്വത്തൊക്കെയുള്ള ആൾക്കാർ അത് ഡിക്ലെയർ ചെയ്തിട്ട് ടാക്സ് ഒക്കെ അടച്ചിട്ട് അത് നോർമൽ മണിയാക്കി മാറ്റിയ ഒരു എയിം ഉണ്ടായിരുന്നു. രണ്ടാമത്തത് പ്രധാനപ്പെട്ട ഒരു കാര്യം, ക്യാഷ്ലെസ് ഇക്കോണമി. ഡിജിറ്റൽ ഇന്ത്യ. നമുക്കറിയാം, ഡിജിറ്റൽ ഇന്ത്യ, ഗോ ഡിജിറ്റൽ, ATM, ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, ഇതൊക്കെ ഉപയോഗിച്ച് അത് വളരെ നല്ലൊരു ഒബ്ജക്റ്റീവ് ആണ് ഈ ക്യാഷ്ലെസ് ഇക്കോണമി. Government announced demonetization with the name of creating a digital economy with the support of formal financial system. ഗവൺമെന്റ് ഉദ്ദേശിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ക്യാഷ് ട്രാൻസാക്ഷൻസ് കുറക്കുക. ഇപ്പൊ തന്നെ നമുക്കറിയാം, ഈ ക്ലാസ് ഇപ്പൊ ഈ കോവിഡ് കാലഘട്ടമാണ്, നല്ലൊരു സമയമാണ് ഇത് പറയാൻ വേണ്ടിയിട്ടില്ല. കോവിഡ് കാലഘട്ടത്തിൽ ഈ കോവിഡ് വൈറസ്, കൊറോണ വൈറസ് സ്പ്രെഡ് ചെയ്യാനുള്ള ഒരു മാർഗ്ഗം കറൻസിയാണ്. ഇല്ലേ? കോവിഡ് പേഷ്യന്റ് ആയിട്ടുള്ള ഒരാളുടെ കയ്യിൽ അവരുടെ എന്തെങ്കിലും വൈറസ് ഒക്കെ ഉണ്ടെങ്കിൽ അയാൾ കറൻസി തൊട്ട് കഴിഞ്ഞാൽ, മറ്റൊരാൾ തൊട്ട് കഴിഞ്ഞാൽ അത് ചില സമയത്ത് അയാളുടെ കയ്യിലേക്ക് വന്നേക്കാം. അപ്പോൾ നമ്മൾ കറൻസി ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് അലേർട്ട് ആയിരിക്കണം. കറൻസി ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് കുട്ടികൾക്ക് കറൻസി കൊടുക്കാൻ പാടില്ല. അതൊക്കെ നമുക്കറിയാം. പക്ഷെ നേരെ മറിച്ച് നമ്മൾ ഡിജിറ്റൽ ആയിട്ടുള്ള ട്രാൻസാക്ഷൻസാണ് ചെയ്യുന്നതെങ്കിൽ എന്താ, ആ ഒരു പ്രോബ്ലം ഒഴിവാക്കുക. അത് ഈ ഒരു കോണ്ടെക്സ്റ്റിൽ പറഞ്ഞ ഒരു എക്സാമ്പിളിന് മാത്രമേ ഉള്ളൂ. അതും ഈ കൊറോണയായിട്ടൊന്നും ഈ ഡിമോണിറ്റൈസേഷനും കൊറോണയും തമ്മിൽ ബന്ധമൊന്നുമില്ല. അപ്പൊ ഇതുമായിട്ട് കണക്ട് ചെയ്ത് പറഞ്ഞൊന്നുള്ളൂ. അപ്പോൾ ഗവൺമെന്റിന്റെ വളരെ പ്രധാനപ്പെട്ട എയിം എന്തായിരുന്നു? ക്യാഷ്ലെസ് ഇക്കോണമി ക്രിയേറ്റ് ചെയ്യുക. അതായത് ഡിജിറ്റൽ കാർഡ്, ഡിജിറ്റൽ പേയ്മെന്റുകൾ പ്രോത്സാഹിപ്പിക്കുക. Government announced demonetization with the name of creating a digital economy with the support of formal financial system. ഇത് വളരെ നല്ല കാര്യമാണ്. ഇപ്പൊ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഫീസ് അടക്കാനും, ഇങ്ങനെ നിങ്ങൾ ഇതിന്റെ ഭാഗമായിട്ട് ATM ഒക്കെ ഉപയോഗിച്ചാൽ എടുത്ത കുട്ടികളൊക്കെ ആണെങ്കിൽ ഇപ്പൊ ഫീസ് അടക്കാനും, +1 അലോട്ട്മെന്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഫീസൊക്കെ അടക്കാൻ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പറ്റുമായിരിക്കും. ഓക്കെ, അപ്പൊ അതാണ് രണ്ടാമത്തെ പോയിന്റ്, ടു ക്രിയേറ്റ് എ ക്യാഷ്ലെസ് ഇക്കോണമി. മൂന്നാമത്, ഇറ്റ് ഈസ് എ മെത്തേഡ് ടു ചെക്ക് ടാക്സ് ഇവേഷൻ. ഇറ്റ് ഈസ് എ ചെക്ക് ടാക്സ് ഇവേഷൻ. അപ്പോൾ നേരത്തെ ഒന്നാമത്തെ എന്താ പറഞ്ഞേ? ടാക്സ് അഡ്മിനിസ്ട്രേഷൻ ആണ്. മൂന്നാമത് പറഞ്ഞത് ടാക്സ് ഇവേഷൻ ആണ്. ടാക്സ് അഡ്മിനിസ്ട്രേഷനും ടാക്സ് ഇവേഷനും രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ടാക്സ് ഇവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലീഗൽ നോൺ പേയ്മെന്റ് ഓർ അണ്ടർ പേയ്മെന്റ് ഓഫ് ടാക്സ് ആണ് ടാക്സ് ഇവേഷൻ.
നമ്മൾ നിയമപരമായിട്ട് കൊടുക്കേണ്ട ടാക്സ് കൊടുക്കാതിരിക്കുക, അല്ലെങ്കിൽ ശരിക്കും കൃത്യം കൊടുക്കേണ്ട ആൾ 5000 മാത്രം കൊടുക്കുക. അതാണ് ടാക്സ് ഇവേഷൻ. ഓക്കെ, നമ്മൾ ഇതൊക്കെ നിങ്ങൾ ഇൻകം ടാക്സിലൊക്കെ പിന്നീട് ഡീപ്പായിട്ടൊന്നും പോണ്ട. ത്രൂ ദിസ് ആക്ഷൻ ഗവൺമെന്റ് ഇൻഡിക്കേറ്റിംഗ് ദാറ്റ് ടാക്സ് ഇവേഷൻ വിൽ ലോങ്ങർ ബി ടോളറേറ്റഡ് ഓർ ആക്സെപ്റ്റഡ്. അപ്പൊ ഈ ടാക്സ് അടക്കാത്ത കുറെ ആൾക്കാർ, ടാക്സ് വെട്ടിപ്പന്മാരുണ്ടായിരുന്നു, ടാക്സ് അടക്കാത്ത കുറെ ടീം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ കൊണ്ട് ടാക്സ് ഉള്ള ഒരു എയിം കൂടെ ഡിമോണിറ്റൈസേഷൻ ഉണ്ട് എന്നതാണ് മൂന്നാമത്തെ ഒബ്ജക്റ്റീവ്. നാലാമത്തത് ടു കൺട്രോൾ കറപ്ഷൻ, അഴിമതി കൺട്രോൾ ചെയ്യുക, കറപ്ഷൻ കൺട്രോൾ ചെയ്യുക. നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കറപ്ഷൻ. കറപ്റ്റഡ് ആയിട്ടുള്ള കുറെ സ്റ്റാഫൊക്കെയാണ്. അപ്പൊ ഈ കറപ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെ കയ്യിൽ എന്താണ്, അവർക്ക് അവകാശപ്പെട്ടതിനേക്കാൾ അധികം പണം. എത്രയോ ഉദാഹരണങ്ങൾ, ഇപ്പൊ ഈ കോപ്പറേറ്റീവ് ബാങ്കിലൊക്കെ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന എത്രയോ ആൾക്കാർ ഈ ഗവൺമെന്റ് ഫീൽഡിൽ അഴിമതി പണം കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നു. അപ്പൊ അഴിമതി കുറക്കുക എന്ന ഒരു ഉദ്ദേശം കൂടി, അനദർ എയിം ഓഫ് ഡിമോണിറ്റൈസേഷൻ വാസ് ടു കൺട്രോൾ കറപ്ഷൻ. ഓക്കെ, ഇനി അഞ്ചാമത്തത് ടു കൺട്രോൾ ഇല്ലീഗൽ ആക്ടിവിറ്റീസ്, നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ. ഈ പണമൊക്കെ ബ്ലാക്ക് മണിയൊക്കെ കൊണ്ടുവന്നിട്ട് ടെററിസം ഇത് കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ഈ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും മറ്റ് ഇല്ലീഗൽ ആക്ടിവിറ്റീസിനൊക്കെ ഈ നമ്മളെ 1000ന്റെയും 500ന്റെയൊക്കെ നോട്ട് യൂസ് ചെയ്യുന്ന ഒരു ഉണ്ടായത് കൊണ്ട് ഈ ഇല്ലീഗൽ ആക്ടിവിറ്റീസ് കൺട്രോൾ ചെയ്യുക. ടു കൺട്രോൾ യൂസ് ഓഫ് ഹൈ ഡിനോമിനേഷൻ നോട്ട്സ് ഫോർ ഇല്ലീഗൽ ആക്ടിവിറ്റി ഈസ് ദ അനദർ എയിം ഓഫ് ഡിമോണിറ്റൈസേഷൻ. ഓക്കെ, അപ്പൊ 5 എയിം ആണ് ഏതിനുള്ളത്, 5 ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ 5 ഫീച്ചേഴ്സ് ആണ് ഡിമോണിറ്റൈസേഷൻ ഉള്ളത്. ടാക്സ് അഡ്മിനിസ്ട്രേഷൻ ടൂൾ ടു ക്രിയേറ്റ് ക്യാഷ്ലെസ് ഇക്കോണമി, ഇറ്റ് ഈസ് എ മെത്തേഡ് ടു ചെക്ക് ടാക്സ് ഇവേഷൻ, ടു കൺട്രോൾ കറപ്ഷൻ, ടു കൺട്രോൾ ഇല്ലീഗൽ ആക്ടിവിറ്റി. ഓക്കെ, ഇനി ഇതിന്റെ ഇമ്പാക്റ്റ് ആണ്. ഈ ഡിമോണിറ്റൈസേഷന് ശേഷം നമ്മുടെ രാജ്യത്തുണ്ടായ മാറ്റങ്ങൾ, ഇതിന്റെ പോസിറ്റീവ് സൈഡ്സ്, ഇമ്പാക്ട് ഓഫ് ഡിമോണിറ്റൈസേഷൻ. നമ്മുടെ ലാസ്റ്റ് ടോപ്പിക് ആണ് ഇമ്പാക്ട് ഓഫ് ഡിമോണിറ്റൈസേഷൻ. ഇമ്പാക്ട് ഓഫ് ഡിമോണിറ്റൈസേഷൻ അത് 5 പോയിന്റുകൾ ഒന്ന് മനസ്സിലാക്കുക. ഒന്നാമത് ഡിക്ലൈൻ ഇൻ ക്യാഷ് ട്രാൻസാക്ഷൻ. ക്യാഷ് ട്രാൻസാക്ഷൻസ് കുറഞ്ഞു ഡിമോണിറ്റൈസേഷന് ശേഷം. ആഫ്റ്റർ ഡിമോണിറ്റൈസേഷൻ ക്യാഷ് ട്രാൻസാക്ഷൻ റെഡ്യൂസ്ഡ് ടു എ സെർട്ടൻ എക്സ്റ്റെന്റ്. ഡിക്ലൈനിങ് ക്യാഷ് ട്രാൻസാക്ഷൻ. നെക്സ്റ്റ് രണ്ടാമത് ബാങ്ക് ഡെപ്പോസിറ്റ് ഇൻക്രീസ്ഡ്. ബാങ്കിൽ ഡെപ്പോസിറ്റുകളൊക്കെ ഇൻക്രീസ് ചെയ്തു. ജസ്റ്റ് നിങ്ങൾ ഇതിന് ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും ആവശ്യമില്ല, ഈ 5 പോയിന്റ് ഒന്ന് പഠിച്ചു വെക്കുക. ഇൻ കേസ് പരീക്ഷയ്ക്ക് ഒരു 2 മാർക്കിനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതണം. അപ്പോ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഒരുപാട് പ്രധാനപ്പെട്ട കാര്യമൊന്നും പറയാനില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ടോപ്പിക് സ്പീഡായിട്ട് പറയുന്നത്. നിങ്ങൾ വിചാരിക്കേണ്ട എന്റെ ഈ ഒരു ടോപ്പിക് വളരെ സ്പീഡിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഓക്കെ, രണ്ടാമത്തത് ബാങ്ക് ഡെപ്പോസിറ്റ് വർദ്ധിച്ചു. മൂന്നാമത്തത് ഡിജിറ്റൽ ട്രാൻസാക്ഷൻസ് ഇൻക്രീസ്ഡ്. ഡിജിറ്റൽ ട്രാൻസാക്ഷൻ, ATM, ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ് ട്രാൻസാക്ഷൻ ഇൻക്രീസ്ഡ്. നാലാമത്തത് വളരെ പ്രധാനപ്പെട്ട കാര്യം, റിയൽ എസ്റ്റേറ്റ് പ്രൈസസ് ഡിക്ലൈൻഡ്. നമുക്കറിയാം ഇതിന് ഈ ഡിമോണിറ്റൈസേഷന് മുമ്പൊക്കെ ഒരു തട്ടിപ്പ് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് സ്ഥലം എടുത്തിട്ട് അഡ്വാൻസ് കൊടുത്തിട്ട് മറിച്ചു വെക്കുക, ഇങ്ങനെയുള്ള കുറെ തട്ടിപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ റിയൽ എസ്റ്റേറ്റ് പ്രൈസ്, സ്ഥലത്തിന്റെയും ബിൽഡിങ്ങിന്റെ ഒക്കെ വില ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നമുക്ക് മുമ്പിൽ വിസിബിൾ ആയിട്ടുള്ള എക്സാമ്പിൾസ് ആണ്. ഓക്കെ, അടുത്തത് റൈസ് ഇൻ ഇൻകം ടാക്സ് കളക്ഷൻ ബിക്കോസ് ഓഫ് ഇൻക്രീസ്ഡ് ഡിസ്ക്ലോഷർ. റൈസ് ഇൻ ഇൻകം ടാക്സ് റവന്യൂ ഇൻക്രീസ് ചെയ്തു. ഗവൺമെന്റിന്റെ ടാക്സ് റവന്യൂ ഓഫ് ഗവൺമെന്റ് ഇൻക്രീസ്ഡ് ബിക്കോസ് പീപ്പിൾ ആർ ഫോഴ്സ്ഡ് ടു ഡിസ്ക്ലോസ് ദർ വെൽത്ത്. ജനങ്ങളെ നിർബന്ധിക്കപ്പെട്ടു അവരുടെ വെൽത്ത് ഡിസ്ക്ലോസ് ചെയ്യാൻ വേണ്ടിട്ട്. അപ്പൊ സമ്പത്ത് ഡിസ്ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അവർ എന്തുകൂടെ ടാക്സ് അടക്കേണ്ട ഒരു അവസ്ഥ കൂടെ ഇവിടെ സംജാതമായി. ഓക്കെ, അപ്പൊ 5 ഇമ്പാക്ട്: ക്യാഷ് ട്രാൻസാക്ഷൻസ് കുറഞ്ഞു, ബാങ്ക് ഡെപ്പോസിറ്റ് വർദ്ധിച്ചു, ഡിജിറ്റൽ ട്രാൻസാക്ഷൻസ് ഇൻക്രീസ് ചെയ്തു, റിയൽ എസ്റ്റേറ്റ് പ്രൈസ് കുറഞ്ഞു, ടാക്സ് കളക്ഷൻ, ടാക്സ് റവന്യൂ, ഗവൺമെന്റിന്റെ ടാക്സ് വരുമാനം വർദ്ധിച്ചു. ഓക്കെ, അപ്പോ ഇത്ര കുറെ കാര്യങ്ങളാണ് ഈ പാഠത്തിൽ. ഏതാ മൂന്നാമത്തെ ചാപ്റ്ററിന്റെ പേര് ബിസിനസ് എൻവയോൺമെന്റ്. ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഇതിന്റെ ക്ലാസ് ഈ ബ്ലോഗിൽ, എന്റെ ബ്ലോഗിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ബ്ലോഗ് അഡ്രസ് എന്താണ്? hsstimes.blogspot.com ആണ്. ഓക്കെ, അപ്പോൾ നിർബന്ധമായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ കൂടാതെ ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ പുതിയ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് നമ്മുടെ 4ാമത്തെ ചാപ്റ്റർ പ്ലാനിംഗ് സ്റ്റാർട്ട് ചെയ്യാം. അതിന്റെ കൂടെ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിന്റെ 2nd ചാപ്റ്ററും വർക്ക് അണ്ടർ പ്രോസസ് ആണ്. പറ്റുമെങ്കിൽ അതോ അല്ലെങ്കിൽ പ്ലാനിങ്ങോ കൂടാതെ ഫസ്റ്റ് അക്കൗണ്ട് ഒരു കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. തീർത്താലും തീരാത്ത കാര്യങ്ങളാണ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ പുതിയ ഒരു പാഠവുമായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ശരി, നന്ദി, നമസ്കാരം.